23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരാണ്, ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വളരെ അണ്ടർ പ്രഷറിലായിരിക്കും ഈ സായി മൈബുമായിട്ടുള്ള ഇവരെ എല്ലാവരും കളിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ കളിക്കാരും ഇന്ത്യക്കെതിരെ ഫസ്റ്റ് കളിക്കുന്ന ഒരു ഇൻഎക്സ്പീരിയൻസ് പാകിസ്ഥാൻ ടീമിനെയാണ് ഇന്ന് അവർ കളിപ്പിക്കാൻ ഇറക്കിയത്. ബാബർ അസം പോലുള്ള കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷാഹിൻ അഫ്രീദി അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഇന്ത്യക്കെതിരെ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് വളരെയധികം കുറവായിരുന്നു എന്ന് പറയാം. അത് അവരുടെ ആത്മവിശ്വാസത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് പേരുകൾ നമുക്ക് ഒരു കാരണവശാലും എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. സായി മൈബ് 4 ഓവറിൽ നിന്ന് 25 റൺസ് വഴങ്ങി 3 വിക്കറ്റുകളാണ് സായി മൈബ് കൊടുത്തത്. കൃത്യമായ ബ്രില്യൻ്റ് ആയിട്ടുള്ള ബൗളിംഗ് ആണ്. ഇതിലാണ് ഞാൻ പാകിസ്ഥാനെ എടുത്ത് പറയുന്നത്. ഇവരുടെ ഈ രണ്ട് സെലക്ഷൻ നമ്മുടെ താരിഖിലേക്ക് വരികയാണെങ്കിൽ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്താണ് ഉസ്മാൻ താരിഖ് മികച്ച രീതിയിൽ ബൗൾ ചെയ്യും. കാരണം ഇപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പിന്നർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ 2025-2026 കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് പാകിസ്ഥാന്റെ ഈ സ്പിന്നർ വളർന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ ആക്ഷൻ ആവട്ടെ, അദ്ദേഹം അവിടെ നിന്ന് പോസ്റ്റ് ചെയ്തതിനു ശേഷം അവിടെ നെറിയാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അത്ര സ്ട്രെങ്ത് ആ ഫിംഗേഴ്സിന് ഉണ്ടായിരിക്കണം. അതും ബോൾ കൃത്യമായി ടേൺ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ സൂര്യകുമാർ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ